നമസ്കാരം. നിങ്ങളുടെ വിലപ്പെട്ട ജീവിതത്തിലെ വെറും 21 ദിവസം നിങ്ങളുടെ ദിനചര്യകളിൽ ചെറിയ ചെറിയ നിസ്സാരങ്ങളായ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ അത് സത്യമാണ്, 100% സത്യം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയവും ഉയർച്ചയും എല്ലാ തരത്തിലുള്ള മാറ്റവും അഭിവൃദ്ധിയും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന വളരെ നിസ്സാരമായ മാറ്റങ്ങൾ വരുത്തി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. എന്തൊക്കെയായാലും നിങ്ങൾ വളരെയേറെ മാർഗങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും ഇത്രയൊക്കെ ആയില്ലേ, എന്നാൽ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ. ഇത് എൻ്റെ ഒരു അപേക്ഷയായി കണക്കാക്കിയാൽ മതി. എന്നിട്ട് ഈ 21 ദിവസം കൊണ്ട് യാതൊരു മാറ്റവും നിങ്ങൾക്ക് സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ. നമുക്ക് ഇതൊന്ന് നോക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഒക്കെ ഉള്ളിൽ ഒരു രാമനും ഒരു രാവണനുമുണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ 2 സ്വഭാവ വശങ്ങൾ ഉണ്ട് എന്നർത്ഥം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഒന്നല്ല 2 ആണ് എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ രണ്ടാമനത് തടയും. ഉദാഹരണത്തിന് രാവിലെ എണീക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ രണ്ടാമൻ പറയും ഇന്ന് വേണ്ട, നാളെ മുതലാവാമെന്ന്. ഉറക്കം കുറഞ്ഞാൽ ക്ഷീണമായിരിക്കും, അതുകൊണ്ട് കുറച്ചുകൂടി ഉറങ്ങാം, നാളെ മുതൽ ആരംഭിക്കാം എന്ന് പറയും. അതുപോലെ തന്നെ പഠിക്കണമെന്ന് ഒന്നാമൻ പറയുമ്പോൾ രണ്ടാമൻ പറയും പിന്നീടാവട്ടെ എന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ എന്ന്. സോഷ്യൽ മീഡിയയിൽ അധിക സമയം ചിലവഴിക്കില്ല എന്ന് തീരുമാനിച്ചാലും നാളെ മുതലാവട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്താൻ നമ്മളുടെ ഉള്ളിൽ ഒരാളുണ്ട് എന്നുള്ളതാണ്. പുകവലി അല്ലെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുകൊണ്ട് അത് നിർത്താമെന്ന് ഒന്നാമൻ പറയുമ്പോൾ രണ്ടാമൻ പറയും ഇന്നു മുതൽ വേണ്ട, അടുത്ത 1-ാം തീയതി മുതലാവട്ടെ എന്ന്. എന്തിനധികം പറയുന്നു, ഈ വീഡിയോ കാണാൻ ഒരാൾ പറയുമ്പോൾ മറ്റേയാൾ പറയുന്നത് വേണ്ട എന്നായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിലെ 2 ആളെയും തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെ 2 പേരെയും തിരിച്ചറിയുന്നതോടെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാനും നിങ്ങളെ തന്നെ സ്വയം മനസ്സിലാക്കാനും തിരുത്താനും ശ്രമിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും 21 ദിവസം നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം. അതിന് ആദ്യമായി നമുക്കൊരു പരീക്ഷണം നടത്തിയാലോ? അതിന് മറ്റൊന്നുമല്ല ചെയ്യേണ്ടത്, സമാധാനമുള്ള ശാന്തമായ ഒരിടത്ത് ഇരുന്നതിന് ശേഷം വളരെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത്, ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതിനേക്കാൾ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുന്നത് 3 തവണ ആവർത്തിക്കുക. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ 3 തവണ ദീർഘശ്വാസം എടുത്ത് വിട്ടുനോക്കിക്കേ. ശരി, ഇനി ഇതിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേർ അത് ചെയ്തു എന്ന് സ്വയം ഒന്ന് മനസാക്ഷിയോട് ചോദിച്ചേ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ? ബാക്കിയുള്ളവർ വെറുതെ കേട്ടിരുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം. എല്ലാം കേൾക്കും, എല്ലാം അറിയാം, പക്ഷേ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. എന്നാൽ ഞാനിത് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ഇത് ചെയ്തവരുടെ കാര്യം നോക്കിയാലോ? അവർക്ക് കൃത്യമായി എന്ത് വേണമെന്ന് അറിയാമെന്നുള്ളതാണ്. എന്നാൽ ചെയ്യാത്തവരോ, അവർ എല്ലാം കേൾക്കാൻ ഇഷ്ടപ്പെടുകയും എന്നാൽ ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടാത്തവരുമാണ്. എന്നാൽ അത്തരക്കാരും വിഷമിക്കേണ്ടതില്ല, കാരണം ഈ വീഡിയോ മുഴുവനായി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും മാറാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഒരാളല്ല 2 ആളാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഞാനത് തിരുത്തി പറയുന്നു, നിങ്ങൾ 1-ഓ 2-ഓ ആളുകളല്ല, 3 ആളുകളാണ്. 1, നിങ്ങളോട് പഠിക്കാൻ ആവശ്യപ്പെടുന്ന, തിരുത്താൻ ആവശ്യപ്പെടുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരാൾ. 2, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ ഇന്ന് വേണ്ട, നാളത്തേക്കാവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവയ്പ്പിക്കുന്ന ഒരാൾ. 3, അത് മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. ഇതിൽ നിങ്ങളാണ് മീഡിയേറ്റർ. ഒരാൾ ചെയ്യാൻ പറയുന്നു, മറ്റൊരാൾ വേണ്ട എന്ന് പറയുന്നു. അവസാനം നിങ്ങൾ ഒന്നും ചെയ്യാതെ സമയവും ഒരു ദിവസവും പാഴാക്കിയതോർത്ത് ദുഃഖിക്കും. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിന് ആദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് കർക്കശക്കാരനാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വേണ്ട എന്നും വേണമെന്നും ഒരേ സമയം കേൾക്കുമ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരാളുണ്ടാവും. പക്ഷേ അയാളെ മാറ്റി നിർത്തി നിങ്ങൾ നേരത്തെ ഉറങ്ങാനും നേരത്തെ എണീക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം.
ഓരോ തവണയും നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തി നിങ്ങൾ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടാമൻ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ എണീക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടാമൻ നിങ്ങളോട് പറയും അത് വേണ്ട എന്ന്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലെ മീഡിയേറ്റർ കർക്കശക്കാരനാവണം. എന്നിട്ട് ഇപ്പോൾ തൽക്കാലം എണീക്കാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിടക്കാം എന്ന് തീരുമാനമെടുപ്പിക്കണം. അങ്ങനെ രണ്ടാമൻ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കി നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കാൻ ശീലിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ ഉറങ്ങി അതിരാവിലെ എണീറ്റാൽ അത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ആരോഗ്യമുള്ളതാക്കി മാറ്റുമെന്ന്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്? അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ വിനോദങ്ങൾക്കാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ തവണ നമ്മൾ റീൽസ് കാണുമ്പോഴോ നമ്മളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അതിനുവേണ്ടി സമയം ചെലവഴിക്കുമ്പോഴോ നമ്മളുടെ തലച്ചോറിൻ്റെ ഉള്ളിലെ ഹാപ്പി ഹോർമോൺസായ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ അധികമായി റീൽസ് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അമിതമായി ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റ് ജോലികളിൽ നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയാതെ വരുമെന്നുള്ളതാണ്. കോൺസെൻട്രേഷൻ കുറയും, ജോലി ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു വരും എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങളിൽ ഡോപ്പമിന്റെ ഉൽപാദനം കൂടുന്നത് നിങ്ങൾ ആസ്വദിച്ച് ജോലി ചെയ്യുമ്പോഴാണെങ്കിലോ തീർച്ചയായും അത് നിങ്ങളെ കൂടുതലായും ജോലിയിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾ കൃത്യമായ ബെഡ് ടൈം റൊട്ടീൻ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആദ്യമൊക്കെ പ്രയാസം തോന്നിയേക്കാം, പക്ഷേ ക്രമേണ അത് ശരിയായിക്കൊള്ളും. ഉറങ്ങാൻ തീരുമാനിച്ച സമയത്ത് ഉറക്കം വരുന്നില്ല എങ്കിൽ കൂടി കിടന്നേക്കുക. അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിടക്കുന്ന സമയത്ത് തന്നെ ഉറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ശരീരവും ബ്രെയിനും അതിനോട് അഡ്ജസ്റ്റ് ആവും എന്നുള്ളതാണ്. പക്ഷേ ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ എല്ലാ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകളും മാറ്റി വെക്കണം എന്നത് വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾ നാളെ ചെയ്യേണ്ട, പിറ്റേ ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സും ബ്രെയിനും അത് ഏറ്റെടുത്തുകൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാവിലെ എണീറ്റ് വന്നതിന് ശേഷം ഫോണൊക്കെ നോക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കൃത്യമായി റെഗുലറായി മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ഏത് തരത്തിലുള്ള മെഡിറ്റേഷൻ രീതികൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ രാവിലത്തെ ആ അരമണിക്കൂറത്തെ മെഡിറ്റേഷൻ നിങ്ങളുടെ മനസ്സിനെ വളരെ ശാന്തവും ശ്രദ്ധാപൂർവമായിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള മെഡിറ്റേഷനുകളെ പറ്റിയും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയും ഒക്കെ തന്നെ ഞാൻ ഇതേ ചാനലിൽ തന്നെ വളരെ വിശദമായി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി വിശദമായി ഞാൻ പ്രതിപാദിക്കുന്നില്ല. ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം ചെറിയ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് കുറച്ച് സമയം നടക്കുക എന്നുള്ളതും പ്രധാനമാണ്. അതിനുശേഷം ശരീരം നന്നായി വിയർക്കുന്ന രീതിയിൽ ഒരു അരമണിക്കൂറെങ്കിലും, കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും വ്യായാമം, വിവിധ തരത്തിലുള്ള വ്യായാമത്തിൽ ഏർപ്പെടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തും, മനസ്സിനെ കൂടുതൽ ശാന്തമാക്കും. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും ഉന്മേഷവാനായിരിക്കും സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വളരെ കൃത്യമായ ഒരു ലക്ഷ്യവും അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്ലാനുകളും തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു യാത്ര പോകാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തിടത്തൊക്കെ നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് വരാം. അനാവശ്യ സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്കിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറിയിരുന്ന് കണ്ടക്ടർ വരുമ്പോൾ വെറുതെ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലപ്പേര് പറഞ്ഞല്ലേ പറ്റുള്ളൂ, എങ്ങോട്ടെങ്കിലും എടുത്തോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം വളരെ സ്മാർട്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ സ്മാർട്ടിൽ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യം വളരെ സ്പെസിഫിക് ആയിരിക്കണം, കൃത്യമായിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്.
രണ്ടാമത് എം എന്ന് പറഞ്ഞാൽ മെഷറബിൾ എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രവൃത്തിയെയും വളർച്ചയെയും അളക്കാൻ സാധിക്കണം എന്നർത്ഥം. മൂന്നാമത് എ എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നേടിയെടുക്കാൻ സാധ്യതയുള്ളതാണോ എന്ന് പരിശോധിക്കണം. നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണോ ലക്ഷ്യമായി വെച്ചിട്ടുള്ളത് എന്ന് സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ആർ എന്നാൽ റിയലിസ്റ്റിക് ആയിരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രായോഗിക തലത്തിൽ നടപ്പിൽ വരുത്താൻ സാധിക്കുന്നതാണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണം. അടുത്തത് ടി എന്നാൽ ടൈം ബോണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ ലക്ഷ്യത്തിനും കൃത്യമായ ടൈം ബോണ്ട് തീരുമാനിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇത്ര സമയത്തിനുള്ളിൽ എൻ്റെ ലക്ഷ്യം ഞാൻ നേടിയെടുത്തിരിക്കും എന്ന് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിരിക്കണമെന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പോഷക സമൃദ്ധമായ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ റിച്ചായ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. ഓർമ്മിക്കുക, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വവും അച്ചടക്കവും കൊണ്ടുവരിക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ തരത്തിലും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരിക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന ബെഡും പില്ലോയും ഒക്കെ നമ്മൾ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വയ്ക്കുക. അതോടുകൂടി എല്ലാ കാര്യങ്ങളിലും, അന്നത്തെ ദിവസങ്ങളിൽ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റതിന് ശേഷം ഇന്നത്തെ ഒരു ദിവസം കൂടി തന്നതിന് പ്രപഞ്ചശക്തിയോട് മനസ്സ് തുറന്ന് നന്ദി പറയണം. നല്ല പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ടാക്കി അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, പ്രത്യേകിച്ചും ഉറങ്ങി എണീറ്റതിന് ശേഷം ഒരു 15 മിനിറ്റിനുള്ളിൽ. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് അന്ന് ലഭിച്ച അല്ലെങ്കിൽ ഇതുവരെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എണ്ണി പറഞ്ഞ് നന്ദി പറയുക. പറ്റുമെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിന്റുകൾ എല്ലാം നോട്ട് ചെയ്ത് വെച്ച് ഇന്നു മുതൽ ഇതൊന്ന് പ്രാവർത്തികമാക്കി നോക്കിക്കേ. ഇതൊക്കെ തുടർച്ചയായി കുറഞ്ഞത് 21 ദിവസമെങ്കിലും ചെയ്തു നോക്കുക. നിങ്ങൾ പോലും അറിയാതെ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാകുന്നത് നിങ്ങളെ തന്നെ സ്വയം അഭിമാനപ്പെടുത്തി കളയും, അത്ഭുതപ്പെടുത്തി കളയും. എന്ന് വെച്ച് ഈ 21 ദിവസത്തിന് ശേഷം ഇതൊന്നും നിർത്തിക്കളയണമെന്നല്ല. നിങ്ങൾക്ക് കഴിയുന്നത്രയും കാലം, ജീവിതകാലം മൊത്തം ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും മാറ്റങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. അത്രയ്ക്കും വലിയ ജീവിത വിജയമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ ആളുകൾക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.